അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 6 വ്യാഴാഴ്ച. സംസ്ഥാനത്തെ യുവാക്കൾ പൊട്ടിത്തെറിക്കാൻ പോകുന്ന അഗ്നിപർവ്വതം പോലെയാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. കേരളത്തിലെ യുവാക്കൾ ഇന്ന് നേരിടുന്ന തൊഴിൽ, വരുമാനക്കുറവ് പ്രശ്നങ്ങൾ സ്റ്റാർട്ടപ്പ് കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയില്ലെന്നും സ്വന്തം പാർട്ടി മാത്രം മതിയെന്ന നിലപാട് മാറ്റി സർക്കാർ ഉണർന്നില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുപ്പക്കാർക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാരിന് ഒരു പദ്ധതിയുമില്ലെന്നും യുവാക്കൾക്ക് ജോലിയുണ്ടെങ്കിലും ആവശ്യത്തിന് വരുമാനമില്ലെന്നും AK ആന്റണി കൂട്ടിച്ചേർത്തു. ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസം വ്യാപാരമേളയായി അറിയപ്പെടുന്ന ബെർലിൻ ITBയിൽ ടൂറിസം മേഖലയിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ദി ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡ് 2025 കേരളം സ്വന്തമാക്കി. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ഇക്കാര്യം അറിയിച്ചത്. കേരള ടൂറിസം നടപ്പിലാക്കിയ കം ടുഗദർ ഇൻ കേരളയ്ക്ക് നൂതനമായ മാർക്കറ്റിംഗ് ക്യാമ്പയിനുള്ള സിൽവർ അവാർഡും ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ ശുഭമാംഗല്യം ക്യാമ്പയിന് എക്സലന്റ് അവാർഡും ലഭിച്ചു. CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമായി. ടൗൺഹാളിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചേരുന്ന സമ്മേളനത്തിൽ 530 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. രാവിലെ മുതിർന്ന അംഗം AK ബാലൻ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾ തുടങ്ങിയത്. പിന്നീട് പാർട്ടി PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മേളനത്തിൽ വയ്ക്കും. ഇതോടൊപ്പം നവകേരള നയരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. കേരളത്തിലെ പാർട്ടി എന്നും മുൻനിരയിലാണെന്ന് PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്. രാജ്യത്തെ പാർട്ടി നയം രൂപീകരിക്കുന്നതും നടപ്പാക്കുന്നതും കേരളത്തിൽ നിന്നാണെന്നും ബദൽ നയരൂപീകരണത്തിൽ പിണറായി വിജയനും ഇടത് സർക്കാരും പ്രശംസ അർഹിക്കുന്നുണ്ടെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. കൊല്ലത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്. SDPIയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലടക്കം രാജ്യത്തെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് പരിശോധന. തിരുവനന്തപുരം പാളയത്തുള്ള സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും ഒപ്പം മലപ്പുറം, ബംഗളൂരു, നന്ദിയാൽ, താനെ, ചെന്നൈ, പക്കൂർ, കൊൽക്കത്ത, ലക്നൌ, ജയ്പൂർ എന്നിവിടങ്ങളിലും ആന്ധ്ര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. ഹവാല ഇടപാടുകളിലൂടെയും സംഭാവനയുടെയും രൂപത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നും പണം ശേഖരിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. PFIയുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ 61.72 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും ED അറിയിച്ചു. അതോടൊപ്പം SDPIക്കും PFIക്കും ഒരേ നേതൃത്വവും അണികളുമാണുള്ളതെന്നും SDPIക്കായി തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫ്രണ്ടാണെന്നും ED വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. മാർക്കോ സിനിമയുടെ സാറ്റലൈറ്റ് പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് തീരുമാനം വൈകി ഉദിച്ച വിവേകമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർ തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. സിനിമയുടെ റിലീസിന് മുൻപ് കർശന നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ വയലൻസ് രംഗങ്ങൾ ചിലതെങ്കിലും ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നുവെന്നും തക്ക സമയത്ത് ഇടപെടൽ നടത്താതെ ഇപ്പോൾ നിലപാടെടുക്കുന്നതിൽ എന്ത് പ്രസക്തിയെന്നും പരിശുദ്ധ കാത്തോലിക്ക ബാവ ചോദിച്ചു. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങി. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങിയത്.
ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന്റെ തൊട്ടുപിന്നാലെയാണ് കീഴടങ്ങൽ. ഷുഹൈബിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. ചോദ്യപേപ്പർ ചോർത്തിയ എയ്ഡഡ് സ്കൂളിലെ പ്യൂണിനെ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂരിലെ റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് റാഡ് കണ്ടെത്തിയ സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി ഹരി പിടിയിലായി. റെയിൽ റാഡ് മോഷ്ടിക്കാൻ നടത്തിയ ശ്രമത്തിനിടെയാണ് സംഭവം. പ്രതി കഞ്ചാവ് ലഹരിക്ക് അടിമയാണെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. കഞ്ചാവ് വാങ്ങുന്നതിനുള്ള പണം കണ്ടെത്തുന്നതിനായാണ് ഇരുമ്പ് റാഡ് മോഷ്ടിക്കാൻ ശ്രമിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺസുഹൃത്ത് കസ്റ്റഡിയിൽ. മരിച്ച തൃശൂർ പാവറട്ടി സ്വദേശിനിയായ മൌസ മെഹസിനിന്റെ ആൺസുഹൃത്തിനെയാണ് ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വയനാട് വൈത്തിരിയിൽ നിന്നാണ് പിടികൂടിയത്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചു. തൃപ്പൂണിത്തുറ ചിന്മയ വിദ്യാലയത്തിലാണ് സംഭവം. 10ാം ക്ലാസ്സുകാരന്റെ മൂക്കിടിച്ചു തകർക്കുകയായിരുന്നു. സംഭവത്തിൽ തൃപ്പൂണിത്തുറ പോലീസ് കേസെടുത്തു. ചിന്മയ വിദ്യാലയത്തിലെ 5 +2 വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തത്. പെൺസുഹൃത്തിന്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് മർദ്ദനമെന്നാണ് പറയുന്നത്. ഭാഷാപരമായ തുല്യത അവകാശപ്പെടുന്നത് വർഗീയതയല്ല, അത് ന്യായമായ ആവശ്യമാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഹിന്ദിവാദികൾ തമിഴ്നാട്ടുകാരെ 2ാം തരം പൗരന്മാരായി കണക്കാക്കുകയും ഹിന്ദി സംസാരിക്കാത്ത ആളുകളുടെ മേൽ അവരുടെ ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയുമാണെന്നും സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ നാഥുറാം ഗോഡ്സെയെ വാഴ്ത്തുന്നവരുടെ പിൻഗാമികളാണ് DMK-യുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നതെന്ന് സ്റ്റാലിൻ പരിഹസിച്ചു. സനാതന ധർമ്മ പരാമർശത്തിൽ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയാനിധി സ്റ്റാലിനെതിരെ ഇനി കേസെടുക്കരുതെന്ന് സുപ്രീംകോടതി. രാജ്യത്തൊട്ടാകെ കേസുകൾ രജിസ്റ്റർ ചെയ്തതിനെതിരെ ഉദയാനിധി നൽകിയ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾക്ക് പുറമെ അടുത്തിടെ ബീഹാറിൽ കൂടി പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് കോടതിയുടെ അറിവോടെയല്ലാതെ ഇനി കേസെടുക്കരുതെന്ന നിർദ്ദേശം സുപ്രീംകോടതി നൽകിയത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന് നേരെ ലണ്ടനിൽ ആക്രമണശ്രമം. ലണ്ടനിലെ ചതം ഹൌസിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ഖലിസ്ഥാൻ വിഘടനവാദി സംഘടനകളാണ് വാഹനം ആക്രമിക്കാൻ നോക്കിയത്. അജ്ഞാതനായ ഒരാൾ S. ജയശങ്കറിന്റെ കാറിന് നേരെ പാഞ്ഞെടുക്കുകയും തുടർന്ന് ഇന്ത്യൻ പതാക കീറിയെറിയുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. സംഭവത്തിൽ ബ്രിട്ടനെ പ്രതിഷേധം അറിയിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. BJPയുടെ മഹിളാ സമൃദ്ധി പദ്ധതി അന്താരാഷ്ട്ര മഹിളാ ദിനമായ മറ്റന്നാൾ മുതൽ നിലവിൽ വരും. ഇതുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ ദില്ലി സർക്കാർ പുറത്തിറക്കി. വാർഷിക കുടുംബ വരുമാനം 3 ലക്ഷത്തിൽ താഴെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ ലഭ്യമാക്കും. പ്രായപരിധി 18നും 60നും ഇടയിൽ പ്രായമുള്ള 20 ലക്ഷം സ്ത്രീകൾ ഗുണഭോക്താക്കളാകുമെന്നാണ് കണക്കുകൂട്ടൽ. നാഗർ കുർണൂൽ ടണൽ രക്ഷാപ്രവർത്തനത്തിന് കേരള പോലീസിന്റെ കഡാവർ ഡോഗുകളും. തെലങ്കാന ടണൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി കേരള പോലീസിന്റെ 2 കഡാവർ ഡോഗുകളെയാണ് അയച്ചിട്ടുള്ളത്. 2 പോലീസ് നായകളും അവയെ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരുമാണ് ഹൈദരാബാദിലേക്ക് പോയത്. ദക്ഷിണ കൊറിയൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനത്തിനിടെ അബദ്ധത്തിൽ ബോംബ് വർഷിച്ച് ജെറ്റ് വിമാനം. വ്യാഴാഴ്ച പരിശീലന പറക്കലിനിടയിലാണ് സംഭവം. നിരവധി ഗ്രാമീണർക്ക് ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. MK-82 ജനറൽ പബ്സ് ബോംബുകളാണ് ഫൈറ്റർ വിമാനത്തിൽ നിന്ന് അബദ്ധത്തിൽ വർഷിക്കപ്പെട്ടത്. ബോംബ് വർഷിച്ച സംഭവത്തിൽ ദക്ഷിണ കൊറിയൻ വ്യോമസേന ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. 54 ഇന്ത്യക്കാരെ വിദേശ കോടതികൾ വധശിക്ഷയ്ക്ക് വിധിച്ചതായി കേന്ദ്ര സർക്കാർ. UAE-യിൽ വധശിക്ഷ വിധിച്ച 29 ഇന്ത്യക്കാരാണ് ജയിലിലുള്ളതെന്നാണ് അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിനെ അറിയിച്ചത്. ഇതിനു പുറമെ കുവൈറ്റിൽ 3 ഇന്ത്യക്കാർ, ഖത്തറിൽ ഒരാൾ, സൗദി അറേബ്യയിൽ 12 ഇന്ത്യക്കാരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഇന്ത്യക്കാർക്ക് ശിക്ഷ ഒഴിവാക്കാൻ എംബസികളടക്കം എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു.
ബന്ദികളെയും കൊല ചെയ്യപ്പെട്ടവരുടെയും മൃതദേഹങ്ങളും ഹമാസ് ഉടൻ കൈമാറണമെന്നും അല്ലാത്തപക്ഷം ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹമാസുമായി US നേരിട്ട് ചർച്ച തുടങ്ങിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ അന്ത്യശാസനം. ഹമാസ് സഹകരിച്ചില്ലെങ്കിൽ ഇസ്രയേലിനെ തിരിച്ചടിക്കാനുള്ള സഹായം ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു. നാസ നേതൃത്വം നൽകുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ലക്ഷ്യം പൂർത്തിയായെന്നും ഉടൻ പ്രവർത്തനരഹിതമാക്കണമെന്നുള്ള ഇലോൺ മസ്കിന്റെ വാദത്തിന് മറുപടിയുമായി സുനിത വില്യംസ്. ബഹിരാകാശ നിലയം അതിന്റെ പ്രവർത്തനങ്ങളുടെ പാരമ്യതയിലാണ് ഇപ്പോഴുള്ളതെന്നും അതിനാൽ പൊളിച്ചുമാറ്റണം എന്ന് പറയാൻ ഉചിതമായ സമയമല്ല ഇതെന്നുമാണ് സുനിതയുടെ മറുപടി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.